നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫൺ വിത്ത് വിസ്മയുടെ മറ്റു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൻ പനങ്കാവ്. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും നിറങ്ങളുടെയും ഒരു നല്ല ഓണം ആശംസിക്കുകയാണ്. എല്ലാ ദിവസവും എല്ലാവർക്കും ഓണത്തിൻ്റെ പ്രതീതിയുള്ള സന്തോഷമുള്ള ദിനങ്ങളാവട്ടെ, നിമിഷങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫൺ വിത്ത് വിസ്മയുടെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് വിസ്മയ പാർക്കിലാണ്. അപ്പോൾ ഒന്ന് രണ്ട് ഫാമിലി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യ ഫാമിലി പരിചയപ്പെടാം. വാതേ പോണു. നമസ്കാരം. യെസ്, ആദ്യം പേര് പറഞ്ഞോളൂ. പേര് ബിജു. ബിജു. ബിജു മാത്രമാണ്. ബിജു നടുവനാട്. കുട്ടനും മുട്ടനൊന്നുമില്ല. കുട്ടനും മുട്ടനല്ല, പക്ഷെ നടുവുണ്ട് അല്ലേ? നടുവനാട്. അത് നടുവനാട് കറക്റ്റ് ആയിട്ട് സ്പേസ് വരും. പേര് മട്ടന്നൂരിന്ന് ഇരട്ടി പോകുന്ന റൂട്ടില് ചാവശ്ശേരി കഴിഞ്ഞിട്ട് 21 മൈലിൽ നിന്ന് റൈറ്റ് സൈഡിൽ 1 കിലോമീറ്റർ. ചാവശ്ശേരി കഴിഞ്ഞിട്ട് 21 മൈലിൽ നിന്ന് റൈറ്റിലേക്ക് 1 കിലോമീറ്റർ പോയാൽ നടുവനാട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശം. അതിമനോഹരമായ സ്ഥലമാണ് നമ്മുടെ നാട്. ഒരുപാട് സുന്ദരിമാരൊക്കെയുള്ള നാടാണ് നടുവനാട് എന്ന് പറയുന്ന സുന്ദരമായ ഗ്രാമം. അതാണ് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു കഥാപ്രസംഗത്തിൽ തുടക്കം പോലെ ഇല്ലേ? പ്രകൃതിരമണീയമായ പച്ചപ്പീർച്ച എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇപ്പം തിരക്കായിരിക്കുമല്ലോ. ഇപ്പം നല്ല തിരക്കാണ് സംഭവമാണ്. അപ്പം മെയിനായിട്ട് സ്ഥിരമായിട്ട് ഏതെങ്കിലും അങ്ങനെ ഒരു ട്രൂപ്പിന്, ഡാൻസ് ട്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും? അരമന എന്ന് പറഞ്ഞിട്ട് ഒരു കോസ്റ്റ്യൂം സെന്റർ ഉണ്ട്. അത് എന്റെ സ്ഥാപനമാണ്. അപ്പൊ അതിനുള്ള വരുന്ന വർക്കുകൾ കാര്യങ്ങളൊക്കെയാണ്. കോസ്റ്റ്യൂംസ് എവിടെയാണ്? ഇരിട്ടിയിലാണ്. ഓക്കെ. അപ്പൊ ഇത്തവണ മാവേലിന്റെ ഭയങ്കര തിരക്കാണ്. അപ്പൊ എത്ര ജോഡിയുണ്ട് മാവേലി ഡ്രസ്സൊക്കെ? എത്ര ജോഡിയുണ്ട്? 10-22 ജോഡി സെറ്റ് ഉണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ വരുമ്പോ അവിടെ ആൾക്കാരുണ്ട്? സ്റ്റാഫ് ഉണ്ട്. ഓക്കെ. അപ്പം ഇരിട്ടി ഭാഗത്ത് ആർക്ക് വേണം നമ്മൾ അടിപൊളി കോസ്റ്റ്യൂം വണ്ടികൾ? അരമന കോസ്റ്റ്യൂംസ് ഇരിട്ടിയിലാണ്. ഓക്കെ, അടിപൊളി. ഓക്കെ, പേര്? തേജസ് പി വി. എന്താ പറയുക? പി വി പുത്തൻ വീട്. എവിടെ? എവിടെ? എന്റെ വീട്ടുപേരാണ്. ആ പുത്തൻ വീട്ടിൽ എത്ര പഴക്കമുണ്ട്? എത്ര വർഷം പഴക്കമുണ്ട്? അങ്ങനെ വെച്ചാൽ അറിയില്ല. എന്തായാലും പുത്തൻ വീടാണ്. അതാണ് ഈ ചില പേരിന്റെ ഗുണം. അങ്ങനെയാ, എത്ര പഴയതായാലും പുത്തനായിട്ടിരിക്കും. അതാണ് അല്ലേ? അമ്മ സുന്ദരൻ എന്ന് പേരിടാൻ പറഞ്ഞു. മരിക്കുന്ന സുന്ദരായിക്കോട്ടെ. അതാണ് ചില സംഭവങ്ങൾ അങ്ങനെയാ. ഓക്കെ, എത്ര ക്ലാസ് പഠിക്കുന്നത്? 6 ഉറപ്പിച്ചു? 6 തന്നെയാ? ഏത് സ്കൂള്? മീത്തലെ പുന്നാട് യു പി സ്കൂൾ. മുകളിലാണോ താഴെയാണോ? താഴെ പുന്നാട് എന്നൊക്കെ പറയും. പിന്നെ മീത്ത പുന്നാട് പോയത്? അങ്ങനെയൊന്നും ചോദിക്കല്ല. അങ്ങനെയൊന്നും ചോദിക്കല്ലപ്പാ. ഓക്കെ, മോന്റെ പേര്? കാശിനാഥ്. ആ, വീട് എവിടെ? നടുവനാടല്ല. നിങ്ങളുടെ വീട്ടിൽ വരുന്നതാ? വലിയ വീട്ടിൽ. എത്ര മുറിയുണ്ട്? 10-24 മുറിയുണ്ടാ? 3 റൂമുണ്ട്. പക്ഷേ വീട് വലിയ വീട് എന്നാണ് പേര്. പക്ഷേ അല്ലേ? ഓക്കെ. എത്ര ക്ലാസ് പഠിക്കുന്നത്? 5. ഓക്കെ. പേര്? ഷാരോൺ. എത്ര ക്ലാസ്സിൽ? 6. ഏതാ സ്കൂള്? മീത്തല പുന്നാട്. ഓക്കെ. വീട്ടുപേര്? പുത്തൻ വീടല്ലേ? കുഴപ്പമില്ല. ഓക്കെ. മോന്റെ പേരെന്താ? ശ്രേയസ്. എത്ര ക്ലാസ്സിലാ? എവിടെ പഠിക്കുന്നത്? UKG. വെറുതെ നമ്പറല്ല. UKG പഠിച്ചിട്ട് പുള്ളിക്കാരൻ 1ാം ക്ലാസ്സിലെത്തി. പിന്നെ അതുമല്ല 1ാം ക്ലാസ്സിലല്ലേ? ഓക്കെ. ഒരു പാട്ട് പാടി മോൻ. ഇവിടെ നോക്കി പഠിക്കാം. പിന്നെ ചേട്ടന്മാരിൽ ആരാ പാടുക? ഇദ്ദേഹം പാടും അല്ലേ? രണ്ട് നോക്കി പഠിക്കോ. 1 2 3 സ്റ്റാർട്ട്. ഇവിടെ നോക്കി. മുറ്റത്തുലാത്തുമ്പോൾ എൻ മുന്നിലായൊരു പക്ഷി തൻ തൂവൽ പറന്നു വീണു. കാറ്റിന്നലകളിൽ ആലോലമാടിയ കാണാ കിഴി തൻ കിളുന്നു തൂവൽ. താണങ്ങനെ പാറി വീണു. മെല്ലെ ഞാനതെടുത്തു തലോടി നിന്നു. പൂവുപോൽ പൂവിളം പട്ടുപോലുള്ളൊരാ തൂവൽ തന്നെ ഞാൻ നോക്കി നിന്നു. ഏതോ കിളി തൻ ചിറകൊളിയിൽ നിന്നു മേന്നുമേ തുള്ളിയിങ്ങി വീണു. ഏതൊരു പൂമര കൊമ്പിലേക്കെന്നുവേ ചേർവാനാ പക്ഷി പോയിരിക്കാം. ഇല്ലറിയില്ലെനിക്കൊന്നുമേ, ഞാനതൻ ചില്ലറ മാലയിൽ കൊണ്ടുവച്ചു. എന്നും ഉണർന്നു ഞാനും മറത്തെത്തുമ്പോൾ എന്നെ അഗാധമായി നോക്കും പോലെ. എന്റെ മനസ്സൊരു പൂമരമാകുമ്പോൾ ഏതോ കിളി അതിൽ പാടും പോലെ. ടീച്ചർ പാടുവാൻ ചോദിച്ചാൽ അപ്പോൾ എഴുന്നേറ്റ് പാടിക്കണം അല്ലേ? പാടും അല്ലേ? ഓക്കെ. അപ്പോൾ ഒരാൾ കൂടി പരിചയപ്പെടുന്നുണ്ട്. സാറിന്റെ പേര്? ഞാൻ രാജേഷ്. രാജേഷിന്റെ പിന്നെ എന്താ ചെയ്യുന്നത്? ജോലി? ഞാൻ പുറത്ത് വിദേശത്താണ്. വിദേശം എവിടെയാണ്? സൗദി അറേബ്യ. സൗദിയിൽ. എങ്ങനെയുണ്ട്? സൗദി രാജാവിന്റെ പേര് ചോദിക്കണ്ടേ നമുക്ക്? എന്താ അദ്ദേഹത്തിന്റെ പേര്? സൽമാൻ രാജാവ്. സൽമാൻ. എത്ര വയസ്സുണ്ട് അദ്ദേഹത്തിന്? 37 വയസ്സ്. ചെറുപ്പക്കാരാകുമ്പോൾ നല്ലൊരു കാര്യമല്ലേ? ഒരുപാട് പുതിയ സമ്പ്രദായങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പണ്ടത്തെ സൗദിയല്ല. സൗദി പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു. എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഫ്രീഡം കൂടിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് സൗദിയിൽ സ്റ്റേജ് പ്രോഗ്രാം പാടില്ല, സിനിമ തീരുന്നുണ്ട്, അങ്ങനെ സംഭവം. ഇപ്പോൾ വളരെ മനോഹരമായ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് സുന്ദരമായി പോകുന്നുണ്ട്. ഓക്കെ, സന്തോഷം.
അപ്പോൾ നമ്മൾ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. എന്താ ഇവർ മൊത്തം 12 ആൾ വന്ന്, അതിലിപ്പോൾ 6 ആൾ, അപ്പോൾ 3-6 ആളുണ്ട്. ബാക്കി 6 ആൾ ഇത് അവിടെ കേൾക്കുന്നുണ്ട്. ഒന്നിക്ക് 20 കിട്ടും, അല്ലെങ്കിൽ 6 കിട്ടും, ഇല്ലെങ്കിൽ വേറെ ആരും കിട്ടും. എന്നാലും ആർക്കും കിട്ടും അല്ലേ? ഓക്കെ, വളരെ ചെറിയ ഒരു വളരെ സിമ്പിൾ ചോദ്യം. അല്ല, അപ്പം നിങ്ങൾ 12 ആൾ വന്നതിനകത്ത് പിന്നെ ഒരാളോടെ പോയി. അമ്മ അങ്ങോട്ട് ഒളിച്ചിരിപ്പുണ്ടല്ലേ? ഇരിക്കട്ടെ, നമുക്ക് എന്നാൽ പൊക്കാം കേട്ടാ. ഓക്കെ, അപ്പം വളരെ ചെറിയ ഒരു ചോദ്യമാണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. സിമ്പിൾ പോലെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന, ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യം. അതായത് പക്ഷികളുടെ, അതായത് 90% പക്ഷികളുടെയും മുന്നിലുള്ള പക്ഷി ഏതാണ്? മുന്നിലുള്ള പക്ഷി. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുകയാണ്. അപ്പം എൻ്റെ മുന്നിലുള്ള വ്യക്തി ആരാണ്? നിങ്ങൾ. അപ്പം നിങ്ങളുടെ പുറകിലുള്ള വ്യക്തി ആരാണ്? ഞാൻ എന്ന് പറയുന്ന പോലെ ഒട്ടുമിക്ക പക്ഷികളുടെയും മുന്നിലുള്ള പക്ഷി ഏതാണ്? പക്ഷിയില്ല, ഇല്ല. കൊടുക്കൈ. ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? ഞാനാ ചോദ്യം ചോദിച്ചെന്ന് എനിക്കറിയുന്നു. ഒരു ചോദിച്ചപ്പം തന്നെ അറിയാമെന്നാ പറഞ്ഞു. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, തെറ്റാണ്, കുഴപ്പമില്ല. പേര് പറഞ്ഞോ. കൊക്കാണോ? കൊക്കാണോ ചോദിച്ചിരിക്കുന്നത്? ഇതാരെങ്കിലും പറഞ്ഞെന്ന്? ഇല്ലല്ല, ഞാൻ കേട്ട്, അവിടുന്ന് പറയുന്ന കേട്ട്. അതാരോ പറഞ്ഞു? നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞത്. ഗ്രൂപ്പിൽ ആരത്? ഷൈജു. ഷൈജുവിനെ വിശ്വസിക്കാൻ കൊടുക്കുന്ന വ്യക്തിയാണോ? പുള്ളിക്കാരൻ പറയുന്ന ഒക്കെ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല, അങ്ങനെയല്ല, പക്ഷെ ഇതൊക്കെ ഫീൽ ചെയ്ത് പുള്ളിക്കാരൻ എന്താ പറഞ്ഞു? നമുക്ക് അവരെ നോക്കാം. പുള്ളി ഭയങ്കര വിശ്വാസമാണ് അത്ര. ഈ ടീം അല്ല, ഒരാളിവിടെ അതാ ഇങ്ങോട്ട് വരൂ. അതാ മുറ്റത്തൊരു മൈന, ഇങ്ങോട്ട് ഓടി വരൂ. വാ പോട്ടെ. അപ്പം നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ഓക്കെ, പേരെങ്ങനെ? ലതിക. ഓക്കെ, എന്ത് ചെയ്യുന്നു? സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറായിട്ട് UKG സ്കൂള്? നടുവനാട് LP സ്കൂളിൽ, പ്രീ പ്രൈമറി സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം. പിന്നെ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്നുണ്ട്? ക്ലാസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം. എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികൾ. അതല്ല, സ്കൂളിൽ 19 കുട്ടികൾ. ഓക്കെ, ഇവർക്ക് 2 മക്കൾ, സ്കൂളിൽ 19 മക്കളുണ്ട്. ഓക്കെ, പേര്? സൂര്യനന്ദ. സൂര്യ എന്നാണ് വിളിക്കുന്നത്? നന്ദ എന്നാ വിളിക്കുന്നത്? വേറെ വല്ല പേരുണ്ടോ വീട്ടിൽ നിന്ന് വിളിക്കുന്നത്? ഉണ്ട്. പണ്ട് എന്താ വീട്ടിൽ നിന്ന് എന്താ വിളിക്കുന്നുണ്ട്? മനസ്സിലായി, എന്താ വിളിക്കുന്നത്? പൊമ്മിയോ? അത് വല്ലാത്തൊരു അല്ല. പൊമ്മിന ഇത് ഏത് അംഗ്രേസിയാണ്? ഏത് ഭാഷയത്? മലയാളം. എന്നാ പൊമ്മിയാ? പൊമ്മി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഇവരൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ശരിയാ പേര്? സൂര്യനന്ദ. ഇപ്പം എന്ത് ചെയ്യുന്നത്? ഡിഗ്രി സെക്കൻഡ് ഇയർ. എവിടെ? PRNS മട്ടന്നൂർ. ഓക്കെ, പേര്? ശ്രീന. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ചോറും കറിയൊക്കെ ആരും വെക്കും? ഇന്ന് എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്? നമ്മളൊരു 10:30. അപ്പൊ ഇന്ന് രാവിലെ എന്താ കടിയൊക്കെ ആക്കിയ? രാവിലത്തെ ഭക്ഷണത്തിന് പുട്ടുണ്ടാക്കി. ഉറപ്പന്നല്ലേ? അത് ഗോതമ്പ് പുട്ടാണ്? എന്ത് പുട്ടാണ്? കറി എന്തായിരുന്നു? കറിയൊക്കെ ആക്കുന്നതിനെക്കാട്ടി നല്ല പഴമൊന്നും പൊയ്ക്കേണ്ടത്, പെട്ടെന്ന് കഴിയല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഓണത്തിന് എന്തായിരിക്കും പിന്നെ ഭക്ഷണങ്ങള്? സദ്യ. പിന്നെ പിന്നെ ഈ നാടൻ സദ്യയുടെ ഇലയിൽ വേറെ വല്ല വിഭവം ഉണ്ടാവുമോ? ഇല്ല, ചിലപ്പം ഏതെങ്കിലും പക്ഷിയുടെ ശരീരഭാഗങ്ങൾ വല്ലതും അങ്ങനെ ഈ എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന അങ്ങനത്തെ ഒന്നും വെജ് മാത്രമേ ഉള്ളൂ. സന്തോഷായി. ആദ്യമായിട്ടാണ് ഒരാൾ ഓണത്തിന് വെറും വെജ് മാത്രമാണെന്ന് പറയുന്ന കാര്യം. ഓക്കെ, പേര്? ധന്യ. എവിടെ സ്ഥലം? നടുവനാട്. എന്ത് ചെയ്യുന്നു? കളക്ഷൻ ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്നു. ബാങ്കിന്റെ ഓണാഘോഷ പരിപാടി കഴിഞ്ഞോ? ഇന്നുണ്ട്, ഇന്നലെ കഴിഞ്ഞു. അപ്പൊ ഇന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് മുങ്ങി? ഇന്ന് ഇങ്ങ് വരണ്ടോണ്ട് മുങ്ങി. ഓക്കെ, അപ്പം പിന്നെ ബാങ്കിൽ ഇപ്പൊ കളക്ഷൻ ഏജന്റായിട്ട് എത്ര വർഷം? ഇപ്പം 10 വർഷം. ഓക്കെ, ഇവിടെ പേര്? അദ്വൈത്. എന്ത് ചെയ്യുന്നു? BSc മാത്സ് 3rd ഇയർ ആയി. എവിടെ? മട്ടൂർ കോളേജ്, PRNS. ഓക്കെ, യെസ്. പേര്? ഷൈജു. ഷൈജു എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ ഒരു കമ്പനിയിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യാം. ഏത് കമ്പനിയാ? കണ്ണൂരുള്ള ഒരു മറിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എത്ര വർഷമായിട്ട് അവിടെ? ഇല്ല, 1 വർഷമാകുന്നു. നിങ്ങൾ ഭയങ്കര വിശ്വാസമാണല്ലോ ആൾക്കാരോട്. ഷൈജു ഏട്ടനാ? ഷൈജു ഭായി എന്താ നിങ്ങൾ ഇങ്ങോട്ട് എന്താ പുള്ളിക്കാരൻ ഭയങ്കര വിശ്വാസം? നമ്മുടെ പുള്ളിക്കാരൻ പോലെ എന്താ സംഭവം? ഇദ്ദേഹത്തിന് നല്ല ലോക വിവരം ഉണ്ടെന്ന, ലോക പരിചയം എന്നല്ല, ലോക വിവരം ഉണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ എന്തോ പറഞ്ഞു കൊടുത്ത പുള്ളിക്കാരി ഇങ്ങോട്ട് ഓക്കെ പറഞ്ഞത്. അപ്പം ഇതിലാരെ പാട്ട് പാടും? നമ്മൾ നേരത്തെ ഒരു മോനോട്ടം പാടി. യെസ്. എന്താ പേര്? പൊമ്മി ഡാൻസറാണ്. ഇപ്പം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ടീച്ചറാണ്.
ആഹാ, ഡാൻസ് ടീച്ചർ കൂടിയാണ്. അപ്പം നമുക്ക് ഒരു കാര്യം, 1-2 മുദ്രകൾ ഞാൻ കാണിച്ചു തരാം ആദ്യം. ഓക്കെ, എന്താണ് ഇതിൻ്റെ മയിൽ? എങ്ങനെയാ മയിൽ? എന്താ? എങ്ങനെ ഒന്ന് ഇത് കാണിച്ചു കൊടുത്തേ. ഇത് മഞ്ഞ കൊക്കല്ല, ചുവപ്പ് കൊക്കുള്ള മയിൽ, അത് വെള്ളക്കൊക്കുള്ള മയിൽ. ഇത് മയിൽ. പിന്നെന്താണ്? പിന്നെ വേറെ മുദ്ര എന്തൊക്കെയാ? മുദ്രയൊക്കെ ഉണ്ടല്ലോ. ഇത് പതാക, തൃപ്പതാക, ഇവിടെ അർദ്ധപതാക. പിന്നെ വരുന്ന കർത്തരി മുഖം, ഇത് കർത്തരി മുഖം. പിന്നെ വേറെ മയൂരം, അർദ്ധ ചന്ദ്രം, ചന്ദ്രനല്ല ചന്ദ്രം. പിന്നെ അരാളം, ശുഗതുണ്ടം, മുഷ്ടി, ശിഖരം, കപിത്തം, കടകാമുഖം, സൂചി, ചന്ദ്രകല, പത്മകോശ, സർപ്പശിരസ്തത, മൃഗശീർഷം, സിംഹമുഖം, കാങ്കൂലം, അലപത്മം, ചതുരം, ഭ്രമരശ്ചൈവ, ഹംസാസ്യു, ഹംസപക്ഷക, സംദംശു, മുകളശ്ചൈവ, താമ്രചൂട, തൃശൂർ. ഇതിനൊക്കെ പുറമെ ഞാൻ കണ്ടുപിടിച്ച 2 മുദ്രയുണ്ട് എന്നൊക്കെ പറയുന്നല്ലേ. ശരിക്കും പിന്നെ നാട്യശാസ്ത്രത്തില് എത്ര മുദ്രകളാണ് ശരിക്കും ഉള്ളത്? അസംയുക്ത ഹസ്ത, സംയുക്ത ഹസ്ത രണ്ടും തരംതിരിച്ചിട്ടുണ്ട്. സംയുക്ത ഹസ്തം എന്ന് പറയുന്നത് 2 കൈയും കൂടെ കൂട്ടിച്ചെയ്യുന്ന മുദ്ര. അസംയുക്തം എന്ന് പറയുന്നത് 1 കൈ മാത്രം ചെയ്യുന്നത്. 2 തരത്തിൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ മുദ്രയുണ്ട്. ഒരു കൈനെ കൊണ്ട് തന്നെ പലതും കാണിക്കാൻ പറ്റും. എണ്ണി തീരാൻ പറ്റാത്തത്ര മുദ്രയുണ്ട്. നമ്മളൊക്കെ കണ്ടത് ചെറിയ മുദ്രകൾ, വീട്ടിൽ നിന്ന് കാണുന്ന മുദ്രയുണ്ട് എന്നൊക്കെ പറയുന്നത്. ശരി, അപ്പം പഠിപ്പിക്കുന്ന ഏത് സ്കൂൾ? അപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കുന്ന എങ്ങനെ? കലാക്ഷേത്രം. എത്ര വർഷമായി ഇപ്പം പഠിപ്പിക്കുന്നുണ്ട്? ഇല്ല, ഒരു 2-3 വർഷമായി. അപ്പം നർത്തകിയാണ്, നൃത്ത അധ്യാപികയാണ്, ഗായികയാണ്. ഇനി നമുക്ക് 2 പാട്ട് കേൾക്കാം. ഇഷ്ടമുള്ള പാട്ട് ഇവിടെ നമുക്ക് പാടിക്കാം. പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി, കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു പ്രേമയാമങ്ങളിൽ. ഇരുഹൃദയങ്ങളും ഒന്നിച്ചു ചേരാനായി തപസിരുന്നു. പിന്നെ ചെയ്യാവേ അത് കേൾക്കട്ടെ. ചെയ്യാവേ ഒരു പോക്കുണ്ട്, ചെയ്യാവേ എന്നൊരു പോക്കുണ്ട്. അതൊരു വഴി വഹിപ്പിച്ച് പോകുന്ന സംഭവമാണ്. ഇത് പാടിയത് നമ്മുടെ എന്താ ഒരു പാടിയാളായിരുന്നു പാട്ട് പാടിയത്? മലയാളി ഗായകനല്ല, വേറൊരു ഗായകൻ, എന്തായാലും ഗായകനാണ്. ഓക്കെ, അപ്പം ചെറിയ ചോദ്യം. അതായത് എല്ലാ പക്ഷികളുടെയും മുന്നിലുള്ള പക്ഷി ഏത് എന്നാണ് ചോദ്യം. അതാണ് ഞാൻ അവിടെ ചോദിച്ചത്. അപ്പോൾ ഇവിടുന്ന് ആരും ഒന്ന് ഉത്തരം പറഞ്ഞു കൊടുത്ത് അവരത് പറഞ്ഞു. അത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല, തെറ്റാണെന്ന് പറഞ്ഞില്ല. നിങ്ങളുടെ ഉത്തരം എന്താ? എല്ലാ പക്ഷികളുടെയും മുന്നിലുള്ള പക്ഷി. ടീച്ചറേ, കൊക്ക്. 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 ഇവിടെ കൊക്ക് തന്നെ. കൊക്കന്നെ അറിയില്ല. അത് തന്നെയാണ് പറഞ്ഞു കൊടുത്താണ് കൊക്ക്. കൊക്ക് അതെങ്ങനെയത്? അല്ല, എല്ലാ പക്ഷിയുടെ മുന്നിൽ കൊക്കുണ്ടല്ലോ, അപ്പൊ കൊക്കിന് കൊക്ക് എന്ന് പറയും. അതൊരു പക്ഷിയാണ്. അതാണ് ഈ കൊക്കങ്ങനെ നിൽക്കുന്നേ. കൊക്ക് പലതരത്തിലുണ്ട്. സാധാരണ നമ്മള് പാടത്തൊക്കെ കൊക്കങ്ങനെ നിൽക്കുന്നെങ്കിൽ അതിങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കുന്ന കൊക്കിനെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് കൊക്ക്? അമ്മോനെ ഇവിടെ നിൽക്ക്. നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് കൊക്ക് നിൽക്കുന്നത് എന്നാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. കാണിക്കാൻ നോക്കുന്ന മോന്റെ പേരെന്താ? ശ്രേയസ്. അവിടെ നോക്കി കാണിച്ചു എങ്ങനെ കൊക്ക് നിൽക്കുക. ഒന്നുകൂടി കാണിച്ചാൽ അപ്പൊ നമ്മുടെ ഫൺ വിത്ത് വിസ്മയുടെ നമ്മുടെ ഇന്നത്തെ അധ്യായത്തിൽ പങ്കെടുത്തത് മൊത്തം ഒരു ഫാമിലിയാണ്. അതായത് ഈ ഫാമിലി തറവാട്ട് വരുന്നത് നിങ്ങളുടെ നടുവനാട് വ്യത്യസ്ത ഫാമിലിയാണ്. അയൽക്കാരാണ്, അല്ലാണ്ട് അയൽക്കാരാണ് നിങ്ങൾ. സുഹൃത്തുക്കളും അയൽവാസികളാണ്. അപ്പോൾ ഇവരാണ്. അപ്പോൾ ഞാൻ ഒരു തറവാടാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഫാമിലി ചങ്ങായിമാരായിട്ട് വന്നതാണ്. ഓക്കെ, അപ്പം 3 തറവാട്ടുകാരാണല്ലോ, 3 വീട്ടുകാർ, 3 കുടുംബം. ഒന്ന് പിന്നെ വലിയ വീട്ടിലും പിന്നൊന്ന് പുത്തൻ വീട്, പിന്നെ രണ്ട് വീടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവരാണ്. ഷാരോൺ വീടല്ലേ? ഓക്കെ, അപ്പോൾ എന്താ നമ്മളെ ഉത്തരമല സമ്മാനം കൂടെ ചോദിച്ചായിരുന്നു.
എല്ലാ പക്ഷികളുടെയും മുന്നിലുള്ള പക്ഷി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം എല്ലാ പക്ഷികളുടെയും മുന്നിലുള്ള പക്ഷിയാണ് കൊക്ക് എന്ന് പറയുന്നത്. അതായത് എല്ലാ പക്ഷികളുടെയും മുന്നിലുള്ള ഭാഗമാണ് കൊക്ക് എന്ന് പറയുന്നത്. ആ കൊക്ക് എന്നുള്ള പേരിൽ പക്ഷിയുണ്ട്. അതാണ് കൊക്ക്. ഇങ്ങനെ ഒറ്റക്കാലിലൊക്കെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഉത്തരം ഒറ്റക്കാലിൽ എങ്ങനെ ഇങ്ങനെ എങ്ങനെയാ ഇങ്ങനെ ഇങ്ങനെയാണ് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഉത്തരം പറഞ്ഞ നമ്മുടെ ഈ ടീമിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഉത്തരം പറഞ്ഞ ആളായിരുന്നു സാർ. സാറിന്റെ പേരെന്തായിരുന്നു? രാജേഷ് ചേട്ടൻ. സൗദിയിൽ അല്ലേ? സൗദിയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ രാജേഷ് ചേട്ടൻ നമ്മുടെ സൗദി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സമ്മാനമാണ്. സൗദിയിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങളുടെ റൂമിൽ തന്നെ വെക്കുക. എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പം കൊക്ക് എന്ന് ഉത്തരം പറഞ്ഞെന്ന് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് നൽകുന്ന ഒരു സ്നേഹ സമ്മാനം. ഓക്കെ, അപ്പം എല്ലാവർക്കും വിസ്മയുടെയും കണ്ണൂർ വിഷന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. റെഡി 1 2 അങ്ങോട്ട് പറയണേ. റെഡി 1 2 3 ഹാപ്പി ഓണം.